ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ പാഴ്സലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ പാഴ്സൽ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ, അതായത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈവച്ച് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക കേട്ടോ. കൈവച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കും. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പാഴ്സലിൻ്റെ ഒരു ഡോ തയ്യാറാക്കണേ. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ പൊന്തി വരും. അത് ഇതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഈസ്റ്റിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലായിടത്തേക്കും വരുന്ന പോലെ ഒന്ന് മിക്സാക്കുക. അതിന് ശേഷം 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുക കേട്ടോ. ഒരുപാട് ചൂട് വേണ്ട, ഒരു ചെറു ചൂടുവെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ഡോവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഡോ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ താന്ന് പോകുന്ന പോലെ കുഴക്കണേ. ഇപ്പം നമ്മൾ ഈ ഡോ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് താന്ന് പോണേ. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഒന്നുകിൽ നല്ല ടൈറ്റുള്ളൊരു ലിഡ് വെച്ചിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിങ് ഫിലിം എടുക്കുക. എന്നിട്ട് അതൊന്ന് റാപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഒട്ടും തന്നെ എയർ കടക്കാൻ പാടില്ല. ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഡബിൾ സൈസായി വരുവേ. അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇവിടെ ഒന്ന് കളർ ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കുഞ്ഞി സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോളയുടെ ഒപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സവോള ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരയ്ക്കും വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോള ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു നല്ല മൂത്ത മണം വരുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ നമ്മളുടെ മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഈ മസാലയും ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ജോയിൻ്റായി വരണേ. അത് വരയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കനും സവോളയൊക്കെ നന്നായി മിക്സായി വന്നപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 1-2 തവണ മൂടി ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം ഒരല്പം മാത്രം മല്ലിയില അരിഞ്ഞതും കൂടി മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കൻ പാഴ്സലിലേക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോ ഒന്ന് ഡബിൾ സൈസ് ആവാൻ വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റ് അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു ചപ്പാത്തി പലക ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം മൈദ തൂക്കി കൊടുത്ത് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതൊന്ന് ഭയങ്കര സ്റ്റിക്കി ആയി പോവേ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഡോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഒരല്പം കട്ടിയിൽ തന്നെ പരത്തണേ, ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്.
നമ്മളപ്പോൾ ഇതൊന്ന് ഒരല്പം തിക്കായി തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒരു 8 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കത്തിയാണെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലൊരു 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പീസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കണേ. ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചെഡാർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ സൈസിലുള്ളതാണെങ്കിൽ ഒരു ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു കോണിക്കൽ ഷേപ്പ് പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ചിക്കൻ പാർസൽ ഞാനിവിടെ ഒരു ബേക്ക് ചെയ്യുന്ന പിസ്സ ട്രേയിലാണ് വെക്കുന്നത്. പിസ്സ ട്രേയിൽ ഒരല്പം ഓയിലും കൂടി ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതൊന്ന് കോണിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ആ ലെങ്തി പോർഷൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വീണ്ടും ക്ലിംഗ് ഫിലിമിൽ ഒന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ ഇതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലിംഗ് ഫിലിം ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെ ചിക്കൻ പാർസലെല്ലാം ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ പാർസലിൻ്റെ മുകളിലൊരു ഗ്ലേസിങ്ങിന് വേണ്ടി എഗ് വാഷ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഒരു എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതായാലും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും. അടുത്തതായി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറുതായിട്ട് മല്ലിയിലയും കൂടി ഒന്ന് തൂക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം മല്ലിയിലയും കൂടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതൊന്ന് മൈക്രോവേവിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് മൈക്രോവേവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ചൊരല്പം കെച്ചപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏത് സോസിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരു ചിക്കൻ പാർസൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.